അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ്. തേക്ക് തന്നെ അതേ കുമ്പളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുമ്പളത്തിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഒരു കുമ്പളം, രണ്ടാമത്തെ കുമ്പളം, മൂന്നാമത്തെ കുമ്പളം, നാലാമത്തെ കുമ്പളം. ഞാൻ ഇങ്ങനെ എണ്ണണ എന്താണെന്ന് വെച്ചാൽ രസമുണ്ട് ഇതിങ്ങനെ കാണാൻ കേട്ടോ. ഏറ്റവും വലിയതും മൂത്തതായിട്ടുള്ള പറിക്കാനായിട്ടുള്ള കുമ്പളം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ വലുപ്പം കണ്ടോ, നല്ല വലുപ്പമുണ്ട്. താഴെ മുട്ടാനായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുളക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതാണ് സിറ മുളക്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, അതായത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മുളകാണ്, നല്ല എരിവുണ്ട് കേട്ടോ. സിറ മുളക് നല്ല എരിവുള്ള മുളകായിരിക്കണം, എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഇതാണ് സിറ. നല്ല വലുപ്പവും നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. കണ്ടൊരു പ്ലാസ്റ്റിക് മുളക് പോലെയൊക്കെ തോന്നും. കാന്താരി, ഇതൊക്കെ ഫുള്ളുണ്ട് മുളകാണ്. ഇതിന് വേറെ വല്ല പേരുണ്ടോയെന്നറിയില്ല. ദേ നമ്മുടെ വാഴ കൊലച്ചു. 2 വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു വാഴ ഇന്ന് കൊലച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേന്ത്രവാഴയാണ്. ഈ നേന്ത്രവാഴേൻ്റെ ചുണ്ട് തോരൻ വെക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പറ്റും തോന്നണേ. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ചുണ്ട് എടുത്തിട്ട് തോരൻ വെക്കണം. കണ്ടോ, ഞാൻ നട്ട എൻ്റെ വാഴ. ഇങ്ങനെ പറയാൻ തന്നെ സന്തോഷം കേട്ടോ.